പയ്യന്നൂരിലെ CPIM നേതാവിന് പരോൾ അനുവദിച്ചിരിക്കുന്നു ജയിൽ വകുപ്പ്. പോലീസിനെ ബോംബെറിഞ്ഞ കേസായിരുന്നു. അതിൽ ശിക്ഷിക്കപ്പെട്ട VK നിഷാദിന് 20 വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ആ ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ തന്നെ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു VK നിഷാദ്. ഇപ്പോൾ പരോൾ അപേക്ഷ പിതാവിന്റെ അസുഖവിവരം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പരോൾ അപേക്ഷ നൽകിയിരുന്നത്. അത് ജയിൽ വകുപ്പ് അനുവദിക്കുകയാണ്. ഒരു മാസത്തിനിടയിൽ ശിക്ഷ വിധിച്ച് ഒരു മാസത്തിനിടയിൽ തന്നെ പരോൾ ലഭിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. അജീഷ് ജയകുമാർ തുടരുന്നുണ്ട്. അജീഷ്, തുടരാം അജീഷ്. റിജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ നിഷാദിനെ മത്സര രംഗത്ത് ഇറക്കിയപ്പോൾ തന്നെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ് പയ്യന്നൂരിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം. ഈ ഇത്തരത്തിലൊരു കുറ്റവാളിയെ മത്സര രംഗത്ത് ഇറക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിരുന്ന ആക്ഷേപം. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ CPM മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും ഈ പയ്യന്നൂർ നഗരസഭയിലെ 46-ാം ഈ മാച്ച് VK നിഷാദ് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പയ്യന്നൂർ നഗരസഭയിലെ കൗൺസിലർ ആവുകയും ചെയ്തു. അതിനിടയിലാണ് കഴിഞ്ഞ മാസം ഈ കോടതി ഇയാളെ 20 വർഷത്തേക്ക് ശിക്ഷിച്ചത്. പോലീസിനെ ബോംബെറിഞ്ഞു എന്നുള്ളൊരു കേസിലാണ് ഈ കോടതി ശിക്ഷ വിധിച്ചത്. എന്തായാലും ഈ ശിക്ഷ വിധിച്ചതിന് ശേഷം ജയിലിലാണ്, കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് നിലവിൽ VK നിഷാദ് കഴിയുന്നത്. ഇതിനിടയിലാണ് ഒരു മാസത്തിനുള്ളിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. നിലവിൽ അച്ഛന് അസുഖമായതിനാൽ പരോൾ അനുവദിക്കണം, ആശുപത്രിയിൽ പോയി അച്ഛനെ പരിചരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജയിൽ അധികൃതർ 6 ദിവസത്തേക്കുള്ള പരോൾ അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പരോൾ അനുവദിച്ചതിന് പിന്നാലെ ഉടൻ തന്നെ നിഷാദ് ഈ പുറത്തിറങ്ങും. നാളെ ഈ ഇന്ന് പയ്യന്നൂർ നഗരസഭയിലടക്കം ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്ന ദിവസം കൂടിയാണ്. അതിൽ വോട്ട് ചെയ്യാത്ത ഒരാൾ നിഷാദ് മാത്രമാണ്. കാരണം നിഷാദ് ജയിലിലായതുകൊണ്ടാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പരോൾ അനുവദിച്ച് ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും അച്ഛൻ അസുഖമായതിനാൽ അനുവദിക്കുന്നു എന്നുള്ളതാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. എന്തായാലും എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഒരു മാസത്തിനോളം ഒരു കുറ്റവാളിക്ക് പരോൾ അനുവദിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയില്ല. എന്തായാലും വലിയ വിമർശനം രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നുണ്ട്. അത് സ്വാധീനം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ പാർട്ടി കുറ്റവാളികൾ പുറത്തേക്ക് ഇറങ്ങുന്നത്, പരോൾ അനുവദിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വഴിവെക്കാവുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ജയിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി കൂടിയാണ് നിഷാദ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 6 ദിവസത്തെ പരോൾ പിതാവിന് അസുഖമാണ് എന്ന വിവരം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നൽകിയ അപേക്ഷയിൽ 6 ദിവസത്തെ പരോളാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് നിഷാദിന് അനുവദിച്ചിരിക്കുന്നത്. അജീഷ്